എന്താ ഇപ്പോൾ സംഭവിക്കണമെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു വിഷമം ഉണ്ടാവരുത്, എല്ലാ സമയവും സന്തോഷമായിട്ട് പോകണം എന്നാണ്. മനസ്സിലായി? അതിനൊരു വിട്ടുവീഴ്ചയില്ല. ഈ വാപ്പാൻ്റെ പട്ടിണി, ഉമ്മാൻ്റെ കടോ ബുദ്ധിമുട്ടോ രോഗമോ ഒന്നുമില്ല. അങ്ങനെ ഞാൻ കുറ്റം പറയല്ല, കുട്ടികളുടെ മാനസികാവസ്ഥ മാറി. മനസ്സിലായി? നമ്മളൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു? വീട്ടിൽ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ വേണ്ടി പ്രായം മറന്ന് അധ്വാനിച്ചവരാണ് നമ്മളൊക്കെ, അല്ലേ? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഒരു വീട്ടുജോലി മുഴുവൻ ചെയ്തിരുന്നു. വലിയ ബക്കറ്റിലും പാത്രത്തിലും കിടന്ന് വെള്ളം കോരി കൊണ്ടുവന്നിരുന്നു, വിറകുകൾ ചുമന്ന് കൊണ്ടുവന്നിരുന്നു. ഇന്ന് ഏതെങ്കിലും കുട്ടി അത് ചെയ്യേണ്ട? സുഹൃത്തുക്കൾ, ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ അന്ന് നമുക്ക് വാപ്പൻ്റെയും ഉമ്മൻ്റെയും സങ്കടങ്ങൾ മനസ്സിലായിരുന്നു, അതിന് നമ്മൾ പരിഹാരങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇന്നെന്താ നിങ്ങൾ, ഉമ്മ വയ്യാതൊരു സ്ഥലത്ത് കിടക്കുകയാണെങ്കിലും ചിലപ്പോൾ നമ്മളെ 16ഉം 18 വയസ്സായ പെൺകുട്ടി ഇപ്പുറത്ത് മൊബൈൽ നോക്കിയിരിക്കുന്നുണ്ടാവും. കുട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊണ്ടുവരന്മാറിനോൾ അവിടെ തന്നെ ഇരിക്കും. 3ാമത്തെ വട്ടം പറയുമ്പോഴേ ചിലപ്പോൾ പോവുള്ളൂ. എന്ത് സംഭവിച്ചത്? തലമുറക്ക് വന്ന മാറ്റം. ഞാൻ കുറ്റം പറയാൻ പറയുന്നത് ഇങ്ങളെ എൻ്റെ വീട്ടിലത്തെ മാത്രമല്ല, മൊത്തം കുട്ടികൾ ഈ ഒരു മനസ്സാണ്. കുട്ടികൾ പഠിക്കാൻ കോളേജിൽ വരുന്നില്ലേ? നിങ്ങൾ വിചാരിച്ച് ഓലൊക്കെ പുസ്തകം ടൈം ടേബിളൊക്കെ നോക്കി ഇങ്ങനെ പുസ്തകമൊക്കെ മറച്ച് പഠിക്കാൻ അങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ കണ്ണുരുട്ടിയിട്ടാണ് ഒരു ക്ലാസ് കയറുന്നത്. നമ്മുടെ കയ്യിലൊരു അറ്റൻഡൻസിൻ്റെ ഷീറ്റ് ഉണ്ടാവും. അത് കുറഞ്ഞാൽ അവർക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റില്ല, പരീക്ഷ എഴുതാൻ പറ്റില്ല. ആ അറ്റൻഡൻസ് കിട്ടാൻ വേണ്ടി മാത്രം ക്ലാസ്സിൽ അറ്റൻഡൻസ് തേക്കാനൊന്ന് വരും. അതിനാണ് വരുന്നത്. പിന്നെ എന്തിനാ നിങ്ങൾ ക്ലാസ്സിൽ കണ്ടില്ലെങ്കിൽ നമ്മൾ കണ്ണുരുട്ടും, വാപ്പാനെ കൊണ്ടുവരാൻ പറയും, ഉമ്മാനെ കൊണ്ടുവരാൻ വരും എന്ന് വിചാരിച്ചിട്ട്. ചോദ്യം ചോദിക്കുമ്പോൾ ഇനി കുട്ടികളുടെ ഇടയിൽ മാനം കടന്നാന്ന് വിചാരിച്ചിട്ട് ഇതിനൊക്കെ വേണ്ടി എന്തെങ്കിലും 2 അക്ഷരം പഠിക്കും. പണ്ടങ്ങനെ നമ്മളൊക്കെ ഡിഗ്രിക്ക് പഠിച്ചത് അങ്ങനെ. എല്ലാ അറബി കിതാബും രാത്രി മുഴുവൻ ഉറക്കഴിച്ച് എന്ത് ചെയ്യാം, മെഴുകുതിരി കത്തിച്ച് എഴുതിയെടുക്കുക ചെയ്യുക. പുസ്തകം വാങ്ങാൻ കിട്ടൂല. കിതാബ് മുഴുവൻ നോട്ട് പുസ്തകം വാങ്ങി എഴുതി എന്നിട്ടാണ് ക്ലാസ് പോവുക. ക്ലാസ് പോയി തിരിച്ചു വന്നാൽ ഒഴിവ് ദിവസങ്ങൾ ഒരാഴ്ചത്തത് പഠിക്കാനും വായിക്കാനുമാണ്. ഏതെങ്കിലും ഒരു കുട്ടി പരീക്ഷക്കല്ലാതെ വായിക്കണം നിങ്ങൾ കാണലുണ്ടോ? എന്താണ് അങ്ങനെ? ഉത്തരവാദിത്വ ബോധമില്ലാത്ത, പരിസരങ്ങളറിയാത്ത, മറ്റുള്ളവൻ്റെ വേദനകൾ മനസ്സിലാവാത്ത, ജീവിതത്തിൽ പണത്തിൻ്റെയോ ജീവിതത്തിൻ്റെയോ വിലയറിയാത്ത ഒരു പുതിയ തലമുറയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ജാഗ്രതയായി എന്ത് ചെയ്യണം പറയണം. ഞാൻ പറയും, സ്കൂളിലെ മാഷന്മാർക്കൊക്കെ ഏപ്രിൽ മെയ് മാസം ട്രെയിനിങ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞ് ഞങ്ങൾ താമസിപ്പിച്ച് ട്രെയിനിങ് തരും. നിങ്ങളെ 5-6 ദിവസം ഇവിടെ വന്ന് താമസിപ്പിച്ച് എന്തിനാ ഈ ട്രെയിനിങ് ഒക്കെ അറിയങ്ങൾ? ഈ കുട്ടികളെ അവർ കൊണ്ടടക്കണമെങ്കിൽ അവർക്ക് അതിന് വേണ്ട ഒരു പരിചയം വേണമെന്നാണ്. നമുക്കൊക്കെ എന്ത് പരിചയം നമ്മളെ കുട്ടികളെ നോക്കാനുള്ളത്? എന്തെങ്കിലും പരിചയമുണ്ടോ? എന്തെങ്കിലും പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ കൊണ്ടുപോകുന്നത്? അപ്പോൾ സഹോദരങ്ങളെ, പല അപകടങ്ങളും പല അബദ്ധങ്ങളും വരും. അപ്പോൾ കുട്ടികളെ മനസ്സ് ഞാൻ പറഞ്ഞില്ലേ, ഓൾക്ക് ആസ്വദിക്കണം, അനുഭവിക്കണം. അതാണ് അവർക്ക്. ഇപ്പോൾ ഈ ആസ്വദിക്കാനും അനുഭവിക്കാനും തീരുമാനിക്കുന്ന കുട്ടികൾക്ക് എന്താണെന്ന് വിചാരിച്ചാൽ ഒരു വിഷമം ഓൾക്ക് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് മിക്കവാറും കുട്ടികൾക്കൊക്കെ ഡിപ്രഷനാണ്, വിഷാദ രോഗങ്ങളാണ്. അവർക്കൊന്നും സഹിക്കാൻ പറ്റൂല. വാപ്പിയമ്മന്ന് തല്ലുകൂടിയാൽ ഓൾക്ക് മാനസികമായി. വീട്ടിൽ കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ ഓൾക്ക് മാനസികമായി. എന്തെങ്കിലും ഒരു അസുഖം ശരിക്ക് വന്നാൽ മാനസിക. ഒരു കൂട്ടുകാരത്തി തെറ്റിയാൽ മതി ആത്മഹത്യ ചെയ്താലോ എന്ന് ആലോചിക്കുക. ഒരു കൂട്ടുകാരി ഒന്ന് പിണങ്ങിയാലേ ആത്മഹത്യ ചെയ്ത്. ക്ലാസ്സിൽ മാഷൊന്ന് നിർത്തിയിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്, പോണ ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടിയാലോ എന്നാണ് വിചാരിക്കുക. മാനസിക ശക്തിയില്ല, മനസ്സിന് ബലമില്ല. അങ്ങനത്തെ ഒരു പുതിയ തലമുറയാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇവർക്കുള്ളൊരു പ്രശ്നം എന്താ നിങ്ങൾ, ഈ ടെൻഷനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഒരു ചെറിയ കാരണം കിട്ടിയാൽ മതി എന്ത് തെറ്റുക്കും പോകും. തെറ്റുകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. തെറ്റ് ചെയ്യണ സമയത്ത് വല്ലാത്തൊരു സുഖം മനസ്സൊക്കെ കിട്ടും. അതാണ് തെറ്റുകൾ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ലഹരി, ബീഡി കൊടുന്ന്, സിഗരറ്റ് കൊടുന്ന്, കഞ്ചാവ് കൊടുന്ന്, MDMA കൊടുന്ന് കോളേജ് കുട്ടികളുടെ സുഹൃത്ത് എന്താ പറയുക, നിങ്ങൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്ക് കുറച്ച് സമയം. ലോകത്തന്നെ ആവില്ല, എൻ്റെ എല്ലാ ടെൻഷനും പോകുന്നതാണ്. അപ്പോൾ ആ ടെൻഷനാണ് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് നേരം. അപ്പോൾ ഇവൻ ഉപയോഗിക്കുമ്പോൾ എന്തേ വിചാരിക്കുള്ള, നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ച് നിർത്താം, ഇനി വേണ്ടാന്നാണ്. പക്ഷേ അത് ഇറങ്ങണ സമയമാകുമ്പോഴേക്കും അടുത്ത് വേണം. അതാണ്. അപ്പോൾ ഒരു സമാധാനം കിട്ടാനാണ്. നോക്ക്, ഈ പെൺകുട്ടി, ഇപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഡിപ്രഷനായി, ഓൾക്ക് ഭയങ്കര കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് വാപ്പനിമ്മനെയൊക്കെ വിളിച്ചൊക്കെ പരിഹരിച്ച് പിറ്റേന്ന് ഓളങ്ങനെ നോക്കുമ്പോൾ എന്താ അറിയോ,
ഓൾ ആ ക്ലാസ്സിലുള്ളൊരു പയ്യനായിട്ട് പ്രണയത്തിലാണ്. അപ്പോൾ എന്താ, അപ്പോൾ മാഷ് പറഞ്ഞു ഇപ്പോൾ ഓൾ പുതിയൊരു പ്രേമം തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എന്താണ് അന്വേഷിക്കുമ്പോൾ അറിയണത്, അവൾക്ക് വീട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു മനസ്സമാധാനത്തിന് അവളൊരു കമ്പനി ഉണ്ടാക്കി. അപ്പോൾ ഓനെങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ ഓക്കൊരു സുഖം, അതിനാണത് അവൾക്കൊരു മനസ്സമാധാനവും മനസ്സന്തോഷവും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം തരും ഒരു നിമിഷം കിട്ടിയാൽ മതി തെറ്റിലേക്ക് പോയി. ഒരു 14 വയസ്സാകുമ്പോഴേക്കും നമ്മുടെ ആൺകുട്ടികൾക്കും എന്ത് വരുന്നവരെങ്കിൽ വൈകാരിക ചിന്തകൾ വരും, ലൈംഗിക ചിന്തകൾ വരും. അപ്പോൾ അതൊന്നും ഇപ്പോൾ പാപ്പാനോടും മാനോടും പറയില്ല, സുഹൃത്തുക്കളോടും പറയും. ഇത് ഒരു ഉള്ളിൽ കൊണ്ടിടക്കും. ഉള്ളിൽ കൊണ്ടിടക്കുക മാത്രമല്ല, ഈ രോഗം കാണുന്നതും നോക്കുന്നതും എല്ലാം അവർക്ക് എന്തായിരിക്കുന്നറിയോ, ഇതിന് പ്രചോദനം നൽകും. അതുകൊണ്ട് സ്വാഭാവികമായും അത് നിർവഹിക്കുവാനുള്ള കൃത്രിമമായ സ്വകാര്യ വഴികൾ അവർ തേടും. അങ്ങനെ ലൈംഗിക വൈകല്യങ്ങളിലേക്ക് പോകും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ഐക്യത്തിൻ്റെ മുന്നിൽ നമ്മളെന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഒരു പയ്യൻ എന്ത് വെച്ചാൽ ഈ മൊബൈൽ നോക്കിയിട്ട് എന്താ ഈ വേണ്ടാത്തതന്നെ കാണും. ഓന് ഈ വേണ്ടാത്ത കാര്യങ്ങൾ തന്നെ ഈ മൊബൈൽ കാണും. കണ്ട് എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ, ഓൻ്റെ പെങ്ങള് കുളിക്കാൻ വേണ്ടി കയറിയ കുളിമുറിയിൽ നിന്ന് അവൾ എന്ത് ചോദിച്ചാൽ എന്തോ ഡ്രസ്സ് എന്തോ മറന്നു വെച്ചിട്ട് പെട്ടെന്ന് കയറിയ ഉടനെ അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണുന്നത് അനുജനെയാണ് കുളിമുറിൻ്റെ പുറത്ത്. അവൻ കുളിമുറിയിലേക്ക് നോക്കി നിൽക്കുകയാണ്. ആലോചിക്കണം നിങ്ങൾ. അവൾ പേടിച്ചോടി ഉമ്മൻ്റെ അടുത്തെത്തി. മനസ്സിലായി, പയ്യനെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്നു. വെറുതെ ചോദിച്ചു, ഓൻ എത്രയോ ചെറുപ്പം മുതൽ ഈ അശ്ലീല വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ കണ്ട എന്താ കാര്യങ്ങൾ, ഈ വീഡിയോയിൽ കാണുന്നത് ഓൻ ഒറിജിനൽ കാണണം. അതിനെന്താ വഴി? പക്ഷെ ആ ഉമ്മൊരു തീരുമാനം എടുത്തു, അവൻ ഈ വീട്ടിലുണ്ടോ ഞാനും മോളും വീട്ടിലുണ്ടാവില്ല. അവൻ ഈ വീട്ടിലുണ്ടോ ഞാനും മോളും ഈ വീട്ടിലുണ്ടാവില്ല. അവനെ കൊണ്ടുപോയാക്കി, ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ കൊണ്ടുപോയാക്കി. ആലോചിക്കണം നിങ്ങൾ. നമ്മളിതൊക്കെ വഷളായിട്ടേ നമ്മളിതൊക്കെ അറിയും. കുട്ടികളുടെ മനസ്സോ അവർ തെറ്റിലേക്ക് പോകുന്നതിനെക്കുറിച്ചോ ഒന്നും നമ്മൾ അറിയണില്ല. അവരെ നമ്മൾ നിരീക്ഷിക്കുന്നില്ല. ഒരു കുട്ടിക്ക് നിങ്ങൾ ഫോണ് കൊടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഫോണ് തൽക്കാലം ഉപയോഗിക്കാൻ കൊടുക്കുകയാണെങ്കിലും ഒരു ഫോൺ നിങ്ങൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താ. ഞാൻ കോളേജിൽ നിന്നൊരു കുട്ടിയുടെ ഫോൺ പിടിച്ചു. അപ്പോൾ ഞാൻ വെറുതെ അവനോട് പറഞ്ഞു, എന്ത് ചെയ്തു, ഇത് പണക്ക് +2 നല്ല മാർക്ക് കിട്ടീന് വാങ്ങി തന്നതാവൂലേ. അതെങ്ങനെ സാറേ നിങ്ങൾക്ക് മനസ്സിലായി എന്നോട് ചോദിച്ചു. എനിക്കറിയാം ആ ഫോൺ അത്രയും നല്ലൊരു ഫോണാണ്. ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഫോൺ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് ഈ ശമ്പളമൊക്കെ കിട്ടണ നമ്മളെ കൊണ്ട് പറ്റൂലെങ്കിൽ ഓനത് കിട്ടണമെങ്കിൽ വീട്ടുകാരെല്ലാവരും പാടെ പിരിവിട്ട് വാങ്ങിക്കൊടുത്താണ്. വീട്ടിൽ ആർക്കും ഇല്ലാത്ത ഫോൺ. അപ്പോൾ അത് വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ പറയുക, 2 കാര്യം. ഒന്ന്, വാങ്ങിക്കൊടുക്കുമ്പോൾ പറയേണ്ട കാര്യം, എൻ്റെ ഫോൺ ഞാൻ എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കും, ആരെ കൊണ്ടും പരിശോധിപ്പിക്കും. അത് അന്നെ സംശയം ഉണ്ടായിട്ടല്ല, അന്നെ യാതൊരു സംശയമല്ല. പക്ഷെ ഫോൺ ഞാൻ നോക്കും. അത് നിങ്ങൾ നോക്കണം, ആഴ്ചയിലോ മാസത്തിലോ നോക്കണം. വാട്സപ്പ് മാത്രം നോക്കിയാൽ പോരാ, കുറച്ച് അന്തല്ല ആൾക്കാരൊക്കെ ഉണ്ട്. ഇൻസ്റ്റഗ്രാമാണ് കൗമാരപ്രായക്കാരുടെ ലോകം. അപ്പോൾ അതെന്ത് ചെയ്യണം, അറിയുന്ന ആളെ കൊണ്ട് നോക്കിക്കണം. അപ്പോൾ നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം തന്നെ ഏറ്റവും വലിയ സൗകര്യം മൊബൈൽ ഫോണാണ്. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ, തെളിവോടുകൂടെ അവൻ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അവൻ്റെ ഫോൺ നോക്കിയാൽ പറ്റും. അവൻ ഡാറ്റ ഉപയോഗിച്ചത് എന്തിനായിരുന്നു, എത്ര മണിക്കൂർ എന്തിനവൻ ഡാറ്റ ഉപയോഗിച്ചു എന്ന കണക്ക് പോലും മൊബൈൽ അറിയുന്ന ഒരാൾക്ക് കണ്ടുപിടിച്ച് തരാൻ പറ്റും. ഓ യൂട്യൂബ് കാണാനാണോ ഉപയോഗിച്ചത്, വാട്സപ്പ് കാണാനാണോ ഉപയോഗിച്ചത്, എന്തിനാണ് ഉപയോഗിച്ചത് എന്ന് പോലും പറഞ്ഞു തരാൻ പറ്റും. അവൻ എവിടെയൊക്കെ സേവ് ചെയ്താലും അതൊക്കെ കണ്ടുപിടിക്കാൻ എന്ത് പറ്റും. അപ്പം നമ്മൾ കുട്ടീൻ്റെ ഒരു ഫോൺ വാങ്ങിയിട്ട് അറിയുന്ന ഒരാളെ തന്നെ കൊടുത്താൽ നമ്മളെ കുട്ടി ആരാന്ന് പറഞ്ഞു തരും. അങ്ങനത്തെ ലോകത്ത് അപ്പോൾ പറയും നോക്കും, എൻ്റെ ഫോൺ നമ്മൾ പരിശോധിക്കും. പരിശോധിച്ചിട്ട് എന്തെങ്കിലും അതിൽ തെറ്റായത് കണ്ടാൽ പിന്നെ ഫോൺ നീ കണി കാണൂല. അതോനെ കൊണ്ട് എഴുതി എന്ത് ചെയ്തു, തമ്പ് കൊണ്ട് സീല് വെപ്പിച്ച് ഓരത്ത് പേപ്പർ വാങ്ങണം. പിന്നെ എനിക്ക് മൊബൈൽ അന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് ജീവിതത്തിൽ ഓനുണ്ടാവില്ല. മനസ്സിലായി? ഇതൊന്നുമില്ല. ഒരു കുട്ടിക്ക് മൊബൈലില്ല അറിയും. ഉമ്മാൻ്റെ മൊബൈലും അവൻ്റെതാണ്, വാപ്പാൻ്റെ മൊബൈലും അവൻ്റെതാണ്, താത്താൻ്റെ മൊബൈലും അവൻ്റെതാണ്. എന്നാൽ മൊബൈലില്ലാന്നാ പറയാം. 6 മൊബൈൽ 7 മൊബൈലൊക്കെയാണ് ഒരാൾക്ക്. അതാണ് നമ്മളെ വീട്ടിലത്തെ അവസ്ഥ. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയോ ഇത് എവിടേക്കാ പോകണമെന്ന് നിങ്ങൾക്കറിയോ? പണ്ടൊരു കുട്ടി സിനിമക്ക് പോയാൽ ഓന് ചോറില്ല എന്ന് അമ്മമാർ പറയാം. സിനിമക്ക് പോയാൽ ഇപ്പോൾ എന്താ സംഭവിക്കുക, അന്നത്തെ കാലത്തൊക്കെ മാക്സിമം എന്താ സംഭവിക്കുക, അന്നത്തെ കഥകളും പാട്ടിലൊക്കെ അറിയും.
ആ സിനിമക്ക് പോയോൻ കാഫിറായി എന്ന് വിശ്വസിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നെന്താ പറയുക, ആ സിനിമൻ്റെ 1000 ഇരട്ടി തീവ്രത ഉള്ളതാണ് യൂട്യൂബിൽ നമ്മളെ കുട്ടികൾ കാണുന്നത്. റൂമിൽ വാതിലടച്ച് കാണുന്നത്. നമുക്ക് വല്ല ബോധമുണ്ടോ സുഹൃത്തുക്കളെ? ഞാൻ കുറ്റപ്പെടുത്താൻ പറയില്ല, നമ്മൾ ഉണരണം. പുതിയ കാലത്തെക്കുറിച്ച് നമുക്ക് ബോധം വേണം. ഒന്നാമത്തെ പ്രശ്നം ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം സെക്സാണ്, ലൈംഗികതയാണ്. നമ്മൾ വിചാരിക്കാത്ത ലോകത്തേക്ക് അവരെ എത്തിക്കാൻ പറ്റും. എന്തോ ഒന്ന് 14 വയസ്സിലും 15 വയസ്സിലും എൻ്റെ മനസ്സിൽ ഒരു വൈകാരികമായ ചിന്തയുണ്ടായാൽ അതെവിടെ നിന്ന് സാക്ഷാത്കരിക്കുമെന്ന ചോദ്യത്തിന് മുമ്പ് ഉത്തരമുണ്ടായിരുന്നില്ല. ഇന്നൊന്നും വേണ്ട, ഒരെങ്കിലും ഒരാളെ മൊബൈൽ 10 മിനിറ്റേരത്തേക്ക് ഒന്ന് ഒഴിച്ച് കൊണ്ടുപോകാൻ ഒരു കുട്ടി 14 വയസ്സുകാരന് അനുവാദം കൊടുത്താൽ അവൻ്റെ മനസ്സിലെ ഏത് ദുസ്വപ്നങ്ങളെയും സാക്ഷാത്കരിക്കാൻ ആ 10 മിനിറ്റ് മതി. അതാണ് പുതിയ ലോകം. അത് കുട്ടികൾക്ക് ഒറ്റ പ്രയാസമല്ല, നമ്മളൊക്കെ ഉപയോഗിക്കുന്നതിന് ഭംഗിയായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരാൺകുട്ടി അശ്ലീല സൈറ്റുകൾക്ക് അടിമയായാൽ അവന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. വെള്ളത്തിൽ പോയാലൊരു മയ്യത്ത് സ്കരിച്ച് നാളെ പരലോകത്തോൻ്റെ പാപമൊക്കെ പുറത്ത് സ്വർഗത്തിൽ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിച്ചാലും വാപ്പാക്കും മകു സമാധാനമാണ്. ഒരു രക്തസാക്ഷി ആയിട്ടുണ്ടാവുമെന്നും കൂടി മനസ്സിൽ വിചാരിച്ചാൽ ഒരു പ്രശ്നമില്ല. എന്ന സുഹൃത്തുക്കളെ, ഒരു പയ്യൻ ഈ അശ്ലീല സൈറ്റുകളിലും പോൺ സൈറ്റിലും പെട്ടുപോയി അവൻ്റെ ലൈഫ് നശിച്ചു. ഓനൊരു പെണ്ണെട്ടി ജീവിക്കുക എന്നുള്ള അവൻ്റെ ജീവിതത്തിൽ സാധ്യമല്ല. വിവാഹം കഴിച്ചൊരു ഭാര്യയെ തൃപ്തിപ്പെടുത്തി ജീവിക്കുക എന്നുള്ളത് പോലും ഈ അശ്ലീല സൈറ്റുകൾക്ക് അടിമയായ ഒരു ചെറുപ്പക്കാരന് പറ്റില്ല. അവൻ്റെ ജീവിതം തീർന്നൊരു രോഗമാണ്. ഇവൻ അതുമാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഓൻ MBBS പഠിക്കുകയാണെങ്കിലും പുസ്തകം കൂട്ടിച്ചിങ്ങാട്ട് ഓൻ യൂട്യൂബിൽ ഇരിക്കും. അവന് പഠനം പ്രശ്നമല്ല, വാപ്പ പ്രശ്നമല്ല, ഇമ്മ പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. അത്രമാത്രം അഡിക്ഷനാണ്. ഡോക്ടർമാർ പറയണത് ഏറ്റവും മാരകമായ ലഹരി പദാർത്ഥത്തെക്കാളും അഡിക്ഷനാണ് അശ്ലീലമായ ഫോൺ സൈറ്റുകൾ എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും പറയണത്. നമ്മൾ കുട്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ടോ നമുക്കറിയില്ല. ശ്രദ്ധിച്ചില്ലെങ്കിൽ രോഗമാപകടം. ഒന്നതാണ് ആൺകുട്ടിയൊക്കെ പറ്റുന്നത്. രണ്ടാമത്തെ ലഹരിയാണ്. ലഹരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കുന്നത് പഴയ കാലം പോലെയല്ല. ഈ MDMA എന്നൊക്കെ പറഞ്ഞാൽ എന്താ സാധനം അറിയങ്ങൾ? ഒരു ക്രിസ്റ്റലാണ്, ഒരു പഞ്ചസാര പോലെ, കൽക്കണ്ടം പോലെ ഒരു സാധനമാണ്. അതിങ്ങനെ ഈ നഖത്തുമ്പോൾ ഇങ്ങനെ കുറച്ചെടുത്തിട്ട് അടുത്തിരിക്കണോ കുടിക്കണ വെള്ളത്തിൽ ഒന്നാ വിരൽ വെച്ചാൽ മതി. ഓന് 12 മണിക്കൂർ സമയത്ത് കോനി ലോകത്താവൂല. അതാ ഈ സാധനം. ഇതൊക്കെ നമ്മളെ കുട്ടികളെ പിടിപ്പിക്കാൻ എന്താ പണി? കൊട്ടക്കണക്കിനാണ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്. എല്ലാം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ ക്ലാസ് എക്സൈസ് വന്നിട്ട് ഉപരോധിച്ചിട്ട് ബാഗ് തപ്പിയതാണ്. 40% 60% കുട്ടികളിൽ ബാഗിൽ നിന്ന് സാധനം കിട്ടിയെന്ന് പറയുമ്പോൾ ഇതൊന്നും പറഞ്ഞാൽ അവിടെ ആരും വിശ്വസിക്കൂല. അവിടെയാണ് ലോകം നിൽക്കുന്നത്. ഒരു കുട്ടി ലഹരി കടിമയായാൽ അവൻ്റെ ലൈഫ് നശിച്ചു. എൻ്റെ ഫോണിലെ ലാസ്റ്റ് കോള് അഡിക്ഷൻ സെൻറ്ററിൽ നിന്ന് പോയ ഒരാളാണ്. അയാളപ്പോൾ വീണ്ടും ഒരു അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടേക്കാണ്. അവിടേക്ക് പോകുമ്പോൾ യാത്ര ചോദിക്കാനാവും വിളിക്കണ്. ഇവിടെ അഡിക്ഷൻ സെൻറ്ററിൽ വന്നപ്പോൾ നമുക്ക് പിള്ള പരിചയം വെച്ചിട്ട് അടുത്ത അഡിക്ഷൻ സെൻറ്ററിലേക്ക് പോവുകയാണോ? എന്തായാലും എൻ്റെ വീടും കുടുംബമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ തന്നെ കരഞ്ഞു പോകും. അത്ര കഷ്ടമാണ്. ഒരു MR ഉള്ളൊരു കുട്ടിയുണ്ട്. ആ കുട്ടിനെ കൊണ്ട് ആ പെണ്ണ് കഷ്ടപ്പെടുകയാണ്. ഒരു കൈത്താങ്ങായി നിൽക്കേണ്ട ഒരു വലിയൊരു മനുഷ്യൻ കള്ളും കുടിച്ച് കഞ്ചാവടിച്ച് വീട്ടിൽ വരിക, എന്നിട്ട് കലാപമുണ്ടാക്കുക. ആലോചിച്ചൊക്കെ നിങ്ങൾ ജീവിതം നശിച്ചില്ലേ? ഓൻ പെണ്ണിട്ടിട്ട് എന്താ? ഓൻ കല്യാണം കഴിച്ചിട്ട് എന്താ? മരിച്ചു പോയാൽ ഒരു മയ്യത്ത് നിസ്കരിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് കിടക്കാം, പരലോകത്ത് കാണുന്നു. പിടുത്തം വിട്ട ഈ മക്കളെ കൊണ്ട് സുഹൃത്തുക്കളെ, ഈ നാടിനെന്ത് ഗുണം, വീടിനെന്ത് ഗുണം? നമ്മൾ അഭിമാനവും കൊണ്ട് അവർ പോകും. നമ്മൾ അഭിമാനവും കൊണ്ട് അവർ പോകും. പോലീസ് സ്റ്റേഷൻ കോടതിയിൽ നിന്ന് ഇറക്കിക്കൊടുന്ന ആ പെൺകുട്ടിൻ്റെ കഥ ഞാൻ പറഞ്ഞില്ലേ? ആ രക്ഷിതാവിനോട് വന്ന് പറഞ്ഞിട്ട്, ഇത്രയും കാലം 60 കൊല്ലം നേടിയ എൻ്റെ അഭിമാനം നാട്ടിൽ പോയി, അങ്ങാടിക്ക് ഇറങ്ങലില്ല, പുറത്തേക്ക് പോകലില്ല. ഇത്തരം കുട്ടികൾ നമ്മുടെ അഭിമാനത്തെയാണ് കുഴിച്ചു മൂടുന്നത്. പുനർജന്മമില്ലാത്ത മരണം നമ്മുടെ അഭിമാനങ്ങൾക്ക്. അതാ സംഭവിക്കണം. ആലോചിക്കണം, നമ്മൾ പേടിക്കണം. നമ്മളിങ്ങനെ അന്തം മുട്ടി ആ സംഘടന, ഈ സംഘടന, മറ്റേ മറിച്ച്. സുഹൃത്തുക്കളെ, ദീനിൻ്റെ പ്രബോധനങ്ങൾ നിലച്ചു, മനസ്സിൽ തട്ടുന്ന ഉത്ബോധനങ്ങൾ നിലച്ചു, മിമ്പറുകൾ വരണ്ടു.
എവിടുന്ന ഈ ആൾക്കാർക്ക് ഇതൊക്കെ കിട്ടുക? ആളുകൾ തേടി വരികയാണ്. എന്തിനപ്പോൾ ആൾക്കാർ പെരിന്തൽമണ്ണക്കൊക്കെ വരുന്നത്? ഖുർആൻ എന്നുള്ള എന്തെങ്കിലും ഒരു ആയത്തിൻ്റെ അർത്ഥം കിട്ടണം വിചാരിച്ചിട്ട് എത്ര ദൂരം നിന്നാണ് ആളുകൾ വരുന്നത്? എന്തിനാ വരുന്നത്? ഓരോ മിമ്പറുകൾ തേടിയിട്ട്. നമ്മുടെ നാടുകളിൽ സുഹൃത്തുക്കളെ മനസ്സിന് ഹൃദയങ്ങളിലേക്ക് തട്ടുന്ന നമ്മുടെ കുട്ടി പോയി ഇരുന്നാൽ ഓൻ്റെ മനസ്സ് തട്ടണം. പള്ളിയിൽ വന്നൊരു കുട്ടി ഉമ്മാനോട് പോയിട്ട് പറഞ്ഞു, ഉമ്മ ഞാനേ നിങ്ങൾ ഇനി കോച്ചിങ്ങിന് എന്നെ പറഞ്ഞയച്ചാൽ ഞാൻ പോകണില്ല. അന്ന് കോച്ചിങ്ങിന് പോകാത്തത്? ഒരു പട്ടം കൂടിയും റിപ്പീറ്റ് ചെയ്ത് നോക്ക്. പറഞ്ഞു ഞാൻ അവിടെ അന്വേഷിച്ചു, വെള്ളിയാഴ്ച അവിടെ ജുമാക്ക് പോകാൻ പറ്റില്ല, നിസ്കരിക്കാനൊരു പള്ളിയില്ല. അങ്ങനെ ഒരു കൊല്ലം മുഴുവൻ പള്ളിക്ക് പോകാതെ ഞാൻ അവിടെ നിൽക്കേ. ജമാഅത്ത് നിസ്കാരം പോലും ഒരു വക്ത് ഒഴിവാക്കിയ കുറ്റാണ്. അതിന് പറ്റുന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ എന്നെ കൊണ്ടാക്കിക്കോളിയും, ഇല്ലെങ്കിൽ ഞാൻ ഇതിന് കിട്ടുന്ന ഒരു ഡിഗ്രി കൊണ്ട് ജീവിച്ചോളാം. പറയണത് ഒരു 15-16 വയസ്സുള്ള കുട്ടിയാണ്. സുഹൃത്തുക്കളെ, ഉത്ബോധനങ്ങൾ ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നത് കേൾക്കാൻ നമ്മുടെ മക്കൾക്ക് അവസരമുണ്ടോ? നമ്മുടെ ഭാര്യമാർക്ക് അവസരമുണ്ടോ? നമുക്ക് അവസരമുണ്ടോ? നാം ആത്മാർത്ഥമായി നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അതല്ലാത്ത മറ്റൊരു പരിഹാരമില്ല. രണ്ടാമത്തെ നമ്മളെ പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ നഷ്ടപ്പെട്ടു പോകുക പറഞ്ഞാൽ, ഞാൻ ഈ പെൺകുട്ടികളോട് അഫെയർ വന്നിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറയും, പൊന്നു മോളെ, ഇതെൻ്റെ അമ്മക്ക് വേണ്ടി അല്ല എന്നോട് സംസാരിക്കണത്, വാപ്പക്ക് വേണ്ടി അല്ല നിന്നോട് സംസാരിക്കുന്നത്. നിനക്കാരുമുണ്ടാവില്ല മകളെ, നിനക്കാരുമുണ്ടാവില്ല. വെറുതെ പറയല്ല. ഈ പ്രേമിച്ചു പോയ പെൺകുട്ടികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് നിങ്ങൾക്കറിയോ? ഈ പ്രേമിച്ചു കൊണ്ടുപോണ പയ്യന്മാരില്ലേ, ഓലി പ്രേമൊന്നും ഒരിക്കലും നിർത്തൂല. എന്നിട്ട് ഈ പെൺകുട്ടികൾ ഇത്രയും മോഹിച്ച് ചെന്നാൽ പിന്നെ ഓൻ ചാറ്റ് ചെയ്യണത് ഇവള് കാണുകയാണ്. വേറെ പെണ്ണുങ്ങൾക്ക് ചാറ്റ് ചെയ്യണതും വീഡിയോ വിളിക്കണതും ഇവള് കാണുകയാണ്. അപ്പോൾ ഇവള് കാണുമ്പോൾ ഇവനോട് ചോദിക്കുകയാണ്, എന്ത് പണി ഞങ്ങൾ കാട്ടുന്നത്? അപ്പോൾ അവൻ്റെ മറുപടി എന്താ അറിയോ? നിനക്ക് ഞാൻ ചാറ്റ് ചെയ്തിരുന്നില്ലേ, അന്ന് എൻ്റെ ഇൻ്റെ കല്യാണം കഴിഞ്ഞിരുന്നോന്നാ ചോദ്യം. അവൾക്ക് ചോദിക്കാൻ പറ്റൂല, നിയന്ത്രിക്കാൻ പറ്റൂല. കാരണം ഇതൊരു രോഗമാണ്. അതിപ്പോൾ സ്നേഹിച്ച പെണ്ണിനെ കിട്ടണോടുകൂടെ തീരുന്ന രോഗമല്ല. ഈ പ്രേമിക്കുന്നവരൊക്കെ ഈ പ്രേമം തുടർന്നുകൊണ്ടേയിരിക്കും. അവർക്കതൊരു ഹരമാണ്, ഒരു അഡിക്ഷനാണ്. അപ്പം ആരുണ്ടാവുക? കെട്ടിച്ചു കൊടുന്ന ആ ആണിൻ്റെ വീട്ടുകാർക്ക് വേണോ? വേണ്ട. ആണിൻ്റെ വീട്ടുകാർക്ക് വേണ്ട. എന്താ, എൻ്റെ ഒരു മകൻ കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട അന്വേഷിച്ചൊരു പെണ്ണിനെയല്ലേ ഞങ്ങൾ കൊണ്ടുവരാൻ ഇഷ്ടപ്പെടുക. ഓൻ്റെ അതേ പ്രായമുള്ള, ഓനെക്കാളും പ്രായമുള്ള ഒരു പെണ്ണ് കയറി വന്നാൽ ഓളെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് മാതാപിതാക്കൾക്ക് പറ്റൂ. എന്നിട്ടൊരു അന്യയെപ്പോലെ ആർക്കും വേണ്ടാതെ, ജീവിക്കാൻ ഗതിയില്ലാതെ മാന്യമായൊരു കുടുംബത്തിൽ നിന്ന് വന്നിട്ട് ഒരു വീട്ടിൽ താമസിക്കുക. ആ പെണ്ണിൻ്റെ ജീവിതം ആലോചിച്ച് നോക്ക് നിങ്ങൾ. പിന്നെ ഇവനോളെ വല്ല കാര്യവും ശ്രദ്ധിക്കൊന്നുമില്ല. പിന്നെ അവളെ വീട്ടുകാരോ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഭർത്ത് വീട്ടിലെ സങ്കടങ്ങൾ പറഞ്ഞാണ് ഇവിടെ പെണ്ണുങ്ങൾ ജീവിക്കണത്. കെട്ടിച്ചോടത്ത വേദനകൾ ഉമ്മനോടും വാപ്പനോടും പറഞ്ഞ് സങ്കടപ്പെട്ട് അതിന് ഇടയ്ക്കോരെ പൈസ കൊടുത്ത് ഒരിടക്കൊന്ന് കൊണ്ടുപോയി 10 ദിവസം അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ടൊക്കെ വന്നിട്ടാണ് ഭർത്തൃ വീട്ടിലെ കഷ്ടപ്പാടുകളിൽ പെണ്ണുങ്ങൾ ജീവിക്കണത്. എന്നാലോ ഒന്ന് വിളിച്ചാൽ എന്തേക്കാരം? ഓൻ്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ, അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതല്ലേ, നിന്റെ തീരുമാനമല്ലേ, അനുഭവിച്ചോ എന്ന് സ്വന്തം ഉമ്മയും ഉപ്പയും പറയുന്നത് കേൾക്കുക കൂടി ചെയ്യേണ്ടി വന്നാൽ എന്തായിരിക്കും ദുരിതം? എത്ര പ്രേമിച്ച് കൂടെ ഇറങ്ങിപ്പോയി കണ്ണീര് കുടിച്ച് ജീവിക്കുന്ന, അവസാനം ഒരു ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ ഇറങ്ങിപ്പോരുക, എവിടെയെങ്കിലും വഴിയാധാരമായി പോവുക. അങ്ങനെ നഷ്ടപ്പെട്ടു പോണോ നമ്മുടെ മക്കൾ? പോണോ? ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയാണ്, ഈ അഫെയറിൽ കുടുങ്ങി അതതിൻ്റെ മൂർധന്യതയിൽ എത്തി നിൽക്കുമ്പോൾ പറഞ്ഞു കൊടുത്തിട്ട് ആ പെൺകുട്ടികൾക്ക് മാറാനും പിൻവാങ്ങാനും പറ്റുന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടികളെയൊക്കെ ഒന്ന് വിളിച്ചിരുത്തി 14-ാം വയസ്സിലും 15-ാം വയസ്സിലും ഈ അഫെയറിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിലെ ശരിയും തെറ്റൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ സഹോദരിമാരെ അവർ പോവില്ല. പക്ഷെ നമ്മൾ എവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കും? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒക്കെ കേട്ടോളും നന്നായിക്കോളും എന്നിങ്ങനെ വിചാരിച്ച് നടക്കുകയാണ്. പറയേണ്ടത് പറഞ്ഞു കൊടുത്ത് കേൾക്കേണ്ടത് കേൾപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ സുഹൃത്തുക്കളെ. ഏറ്റവും പ്രധാനം എന്താ നിങ്ങൾ? ഏറ്റവും പ്രധാനം ഞാൻ ഓതി വെച്ച ആയത്തുണ്ടല്ലോ, അത് ശരിക്കൊന്ന് വായിക്കണം. ചിലപ്പോൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ആയത്ത്. അള്ളാഹു രാത്രി നിസ്കരിക്കുന്നവർ, നല്ല അടിമകളുടെ ഗുണം പറയാം, രാത്രി നിസ്കരിക്കും അവർ ചെലവഴിക്കും അള്ളാഹിൻ്റെ മാർഗത്തിൽ, രഹസ്യമായും പരസ്യമായിട്ടൊക്കെ ചെലവഴിക്കും. അവർ കൊല നടത്തൂല, അവർ ശിർക്ക് ചെയ്യൂല, അവർ വ്യഭിചരിക്കൂല എന്നൊക്കെ പറഞ്ഞു. അവർ തൻ്റെ മക്കളെ നല്ലോണം വളർത്തുന്ന പറഞ്ഞ്
അല്ല. മക്കളെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹ് എന്താ പറഞ്ഞ അറിയോ? വല്ലദീന യഖൂലൂൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഒരു പ്രാർത്ഥനയാണ്. പടച്ചോനെ ഞങ്ങളെ മക്കളെ നന്നാക്കി താ എന്നൊരു ദുആയാണ് പഠിപ്പിച്ചത്. അതെന്തുകൊണ്ടറിയോ? അത് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂല. അള്ളാൻ്റെ തൗഫീക്കും അള്ളാൻ്റെ കാവലും നമുക്ക് വേണം സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും ശൈത്താനെന്ന് രക്ഷ തേടി തുടങ്ങണം എന്നാണ്. മക്കൾ ഉണ്ടായിട്ടല്ല, മക്കൾ ഉണ്ടാണിന് മുന്നേ. കല്യാണം കഴിക്കുകയാണെങ്കിലോ ഫൽഫർ ബിദാത്തിദ്ദീൻ, നമ്മളെ കുട്ടിയൊക്കെ ദീന് കിട്ടണമ്മാനെ തിരഞ്ഞെടുക്കണം എന്നാണ്. അത്ര ശ്രദ്ധിച്ച് ഓരോ ഇഞ്ചിലും ശ്രദ്ധിച്ചാൽ പോലും നമ്മളെ മക്കളെ നന്നായി കിട്ടൂല. എന്നിട്ട് എന്താ ചോദിക്കണത്? ഹബ്ലന, അള്ളാഹുവേ ഞങ്ങൾക്കൊരു സമ്മാനമായിത്താ, ഞങ്ങൾക്കൊരു ഔദാര്യമായിത്താ, ഞങ്ങൾക്കൊരു കാരുണ്യമായിത്താ. എന്ത്? ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അയ്ൻ. സന്തോഷം, അപമാനമല്ല, മനോവേദനകളല്ല, മക്കളെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കാനുള്ളൊരവസരം. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എന്താ? മുത്തഖീങ്ങൾക്ക് ഇമാമാക്കണം. ഞങ്ങളെ കുട്ടികൾ, ഞങ്ങളെ കുടുംബം, അതാവട്ടെ ഈ നാട്ടിൽ ദീനിൻ്റെ നേതൃത്വം അവർക്കാവട്ടെ. അവരെ കണ്ടാണ് ബാക്കിയുള്ളവർ പഠിക്കേണ്ടത്. സഹോദരങ്ങളെ, ഇവിടെ ഒരു ആശയമുണ്ട്. എന്താ അറിയോ? നാട് മൊത്തം നന്നാവണം, ഈ കുടുംബങ്ങൾ നന്നാവണം. ഇതിൽ പ്രധാനമന്ത്രി നമ്മൾ മാതൃക കാണിക്കണം. നമ്മളെ മാതാപിതാക്കൾ മാതൃക കാണിക്കണം. ഞാൻ രാവിലെ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിപ്പോൾ എൻ്റെ ബസ് ഏകദേശം 7:10 വരും. അപ്പോൾ ഒരു 6:45 വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പം ഞാൻ 6:45 മുന്നേ ഞാൻ സാധനം വാങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ അവിടെ ഒരു മദ്രസ ഉണ്ട്. ആ മദ്രസയിൽ വണ്ടിയിൽ കൊടുന്നിട്ട് ഒരു സ്ത്രീ കുട്ടീനെ മദ്രസയിലാക്കുന്നുണ്ട്. അവളൊരു മുസ്ലിം സ്ത്രീയാണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ഒരു മുസ്ലിം സ്ത്രീയാണോ എന്ന് പോലും മനസ്സിലാവില്ല. തോളിൽ എവിടെയെങ്കിലും ഒരു തട്ടമുണ്ടോ എന്ന കാര്യം സംശയമാണ്. കുട്ടീനെ മദ്രസയിലാക്കാൻ വന്നിരിക്കുകയാണ്. 6:30 മണിക്ക് കുട്ടീനെ മദ്രസയിലാക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പുതിയ സംസ്കാരം തരങ്ങൾ? നമ്മളിഞ്ഞ് നിസ്കരിച്ചില്ലെങ്കിലും നോമ്പിന് കുഴപ്പമില്ല, നമ്മളെ കുട്ടികളിഞ്ഞ് കേടന്ന് പോകണ്ടെന്നാണ്. കുട്ടികൾ കേടന്ന് പോകണ്ടെന്ന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ മദ്രസയിലെ ടീച്ചർ പറഞ്ഞൊരനുഭവം. നമ്മളെ മദ്രസയിലെ ടീച്ചർ പറയണത് എന്താ അറിയോ? ടീച്ചർ ക്ലാസ് എടുത്തപ്പോൾ എന്താ വെച്ചാൽ ചെറിയ 2ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ ടീച്ചർ ആയത്തോതി കൊടുത്തു. മാ സലകക്കും ഫീ സഖർ ഖാലൂ ലൻ നകു മിനൽ മുസല്ലീൻ വലൻ നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂലു മഅൽ ഖായിലീൻ. നരകത്തേക്ക് ഇങ്ങനെ കയറി പോകുമ്പോൾ ചോദിക്കും, നിങ്ങൾ എന്തേ നരകത്തിൽ വരാൻ കാരണം? ഖാലൂ ലൻ നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല എന്നാണ്. അപ്പോൾ ഈ ആയത്തൊക്കെ ഓതി പറഞ്ഞു കൊടുത്ത് എന്ത് ചെയ്തു വെച്ചാൽ കുട്ടിക്കത് ബോധ്യപ്പെട്ടു. അപ്പോൾ കുട്ടി വീട്ടിൽ ചെന്നാൽ എന്താ പറയുക? വാപ്പാനോട് നിസ്കരിക്കാൻ പറഞ്ഞു. വാപ്പ നിസ്കരിക്കാതെ കടന്നുറങ്ങണത്. വാപ്പ നിസ്കരിക്കാൻ തയ്യാറായില്ല എന്നാണ്. അപ്പോൾ പിറ്റേന്ന് കുട്ടി വന്ന് ടീച്ചറോട് ചോദിക്കുന്നത്, എൻ്റെ വാപ്പ നരകത്തിൽ പോകുമോ എന്നാണ്. നിങ്ങൾ ഇന്നലെ പറഞ്ഞില്ലേ നിസ്കരിക്കാത്തൊരു നരകത്തിലാണ്, ഇപ്പം എൻ്റെ വാപ്പ നരകത്തിൽ പോകുമോ? ആലോചിച്ച് നോക്ക് നിങ്ങൾ. കുട്ടീനെ മദ്രസ പറഞ്ഞയക്കണ ഒരാൾ നിസ്കരിക്കാതെ കടന്നുറങ്ങാറിയുമ്പോൾ നമ്മളൊക്കെ ഉഷാറാന്ന് തോന്നും. നമ്മളൊന്നും അത്ര ഉഷാറല്ല സുഹൃത്തുക്കൾ. കുട്ടികളെ മുന്നിൽ വെച്ചുകൊണ്ട് തെറി പറഞ്ഞ് വഴക്കടിക്കുന്ന രക്ഷിതാക്കൾ നമ്മുടെ കൂട്ടത്തിലില്ലേ? എന്തേകാരാ പോരാട്ടം? അപ്പുറത്ത് കുട്ടികളുണ്ടെന്ന് ആരെങ്കിലും ആലോചിക്കലുണ്ടോ? അതിൻ്റെ ഇടയിലൂടെയൊക്കെ വരുന്ന കുട്ടികൾ എന്ത് നന്നായി പോകാനാണ്? അവർക്ക് എന്ത് സംസ്കാരം കിട്ടും? എന്ത് പെരുമാറ്റ രീതി അവർ പഠിക്കും? അവർക്കെങ്ങനെ ആളുകളോട് പെരുമാറാൻ അറിയും? നാം വളരെ മാന്യമായ ഒരു സംസ്കാരം നമ്മുടെ വീട്ടിലുണ്ടാക്കണം. നമ്മളിൽ നിന്നേ നമ്മുടെ കുട്ടികൾക്ക് ദീനിൻ്റെ പ്രാധാന്യം. നമ്മൾ അൽക്കൗഫ് ഓതിയോ? അപ്പോൾ നിങ്ങൾ സുബൈ കഴിഞ്ഞിട്ട് അൽക്കൗഫ് ഓതുന്ന കുട്ടികൾ കാണുമ്പോൾ അവർ ജീവിതാവസാനം വരെ അൽക്കൗഫ് ഓതും. ഇതിനൊക്കെ ഒരു പ്രാധാന്യം ഉണ്ട് എന്ന് കുട്ടികൾക്ക് മനസ്സിലാണ്. ബാങ്ക് കൊടുക്കണുണ്ടോ നമ്മൾ പള്ളിയിൽ നിന്ന് നിസ്കരിക്കണം. എങ്കിലേ നമ്മുടെ കുട്ടികൾക്ക് നിസ്കാരത്തിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവുള്ളൂ സുഹൃത്തുക്കളെ. ഇസ്ലാമിൻ്റെ ഷിആറുകൾ, ചിഹ്നങ്ങൾ നമ്മൾ പാലിക്കണം. കാരണം എന്താ അറിയോ? ഈ കുട്ടികൾ പുറത്തുപോയി ദീന് കേൾക്കും. ദീനിൻ്റെ എന്ത് കേട്ടാലും എൻ്റെ മനസ്സിക്ക് വാപ്പൻ്റെ മുഖം ഓർമ്മ വരിക, ഉമ്മൻ്റെ കോലം ഓർമ്മ വരിക. ഇതിപ്പോൾ ചെയ്യല്ലല്ലോ ഇത്.
ഉമ്മ ചെയ്യലില്ലത്. ഓൻ്റെ മനസ്സിക്ക് അങ്ങനെ ഒരു വയലേക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു മദ്രസ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ സംഭവിക്കണത് നിങ്ങൾ? 5ാം ക്ലാസ് മദ്രസ കഴിയുമ്പോഴേക്കിന് ഒരുവിധം കാര്യമൊക്കെ ഈ കുട്ടി മദ്രസയിൽ നിന്ന് പഠിക്കും. ഈ പഠിക്കണതൊക്കെ വെച്ചിട്ടോ അങ്ങനെ ആലോചിക്കും, എൻ്റെ ഉപ്പ ഇമ്മ എങ്ങനെയെന്ന് ആലോചിക്കും. അപ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് 5 കൊല്ലം കൊണ്ട് മദ്രസും വീടും ബന്ധപ്പെടുത്തി അവൻ മനസ്സിലാക്കും. പിന്നെ അവനെ ആർക്കാ നന്നാക്കാൻ പറ്റുക? ആർക്കും നന്നാക്കാം. അവിടെ സുഹൃത്തുക്കളെ മാതൃകയാവുക. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. ലോകത്തിന് മാതൃകയായിട്ട് റസൂലുള്ളാഹിനെ പറഞ്ഞയച്ചപ്പോഴേ നുബുവത്ത് കിട്ടുന്നതിന് മുമ്പുള്ള കാലവും കൂടിയും അള്ളാഹ് നന്നാക്കി കൊടുത്തു. നുബുവത്ത് 40ാമത്തെ വയസ്സിലല്ലേ? ആ 40ാമത്തെ വയസ്സിന് മുമ്പ് പോലും ഒരു വ്യഭിചാരമോ മദ്യപാനമോ ഒരു ജാഹിലിയത്തോ റസൂലുള്ളാഹിയിലേക്ക് ചേർത്ത് പറയാൻ അവർക്ക് കിട്ടിയില്ല. കാരണം എന്താ അറിയോ? പ്രവാചകനായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ എങ്ങനെ നടന്ന ആളവിടെ എന്ന ഒരു ചോദ്യം പോലും റസൂലിനോട് ചോദിക്കാൻ അവർക്ക് പറ്റിയില്ല. ദീന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സുഹൃത്തുക്കളെ നമ്മളോട് മറ്റുള്ളവരെ തിരിച്ച് ചോദിക്കാൻ ചോദ്യം ഉണ്ടാകാൻ പറ്റില്ല. അപ്പം ഉമ്മേ എന്ന് ചോദിക്കും കുട്ടി. അപ്പോൾ ഉപ്പേ ഒപ്പാക്കുന്നൊന്നും പറ്റൂലേ എന്ന് കുട്ടി നമ്മളോട് ചോദിക്കും. ആ ചോദ്യത്തോടു കൂടെ അവിടെ തീർന്നു കാര്യം. അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ മാതൃകയാവുക. ഞാൻ ദീർഘിപ്പിക്കണില്ല, നമ്മൾ മാതൃകയാവുക. നമ്മൾ ദീൻ എന്ത് ചെയ്യണം എന്നറിയാം? പഠിക്കണം. നിങ്ങൾ കൂട്ടത്തോടെ വന്ന് ക്ലാസ്സിലിരിക്കണം. ആഴ്ചക്ക് 1 മണിക്കൂറല്ലേ ലേണിംഗ് ക്ലാസ്, നിങ്ങൾ പോയിരിക്കണം. ആ ഇരുത്തം തന്നെ ഒരു 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 സന്ദേശമാണ്. ഓടിക്കടിക്കുണ്ടാവും കുട്ടികളൊക്കെ, ഷോൽക്കാരെയും ഇന്ന് ഖുർആൻ ക്ലാസ്സാണ്, ഖുർആൻ ക്ലാസ്സിന് പോയി എൻ്റെ ഉപ്പി ഇമ്മയൊക്കെ എന്നതൊരു ഓർമ്മയാണ്. അതൊരു ബോധവൽക്കരണമാണ്, അതൊരു മെസ്സേജാണ്, അതൊരു സന്ദേശമാണ്. അത് നമ്മുടെ കുട്ടികൾക്ക് കിട്ടണം. മനസ്സിലായില്ലേ? ദീനിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിരുന്ന് ദിക്റുകൾ ചെല്ലണം. അത് കുട്ടികൾക്ക് ചെറിയ കുട്ടികൾ 2-3 വയസ്സുള്ള കുട്ടികൾ അവർ കാണും, അവരത് അനുകരിക്കും, അവരതിനെക്കുറിച്ച് പറയും. എന്തിപ്പോൾ പള്ളിയിൽ പോയില്ലേ എന്ന് പള്ളിയിൽ പോണ വാപ്പാനെ നിസ്കാരത്തിൻ്റെ സമയത്ത് കണ്ടാൽ കുട്ടികൾ ചോദിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ തീർച്ചയായും നമ്മൾ ഖുർആൻ പഠിക്കുന്ന വേദികളിൽ നമ്മൾ വരണം, കുടുംബത്തോടൊപ്പം നമ്മൾ വരണം. നമ്മുടെ കുട്ടികൾക്ക് ഓരോ പ്രായത്തിനനുസരിച്ച് ഇപ്പോൾ CR ഉണ്ട്, ഇവിടെ ഉണ്ടാവും CR. അതിന് നിങ്ങൾ ഈ മുതിർന്ന UP അല്ല ഈ ഹൈസ്കൂൾ +1 +2 കോളേജ് കുട്ടികളെ പറഞ്ഞയക്കണം. 1 മണിക്കൂറുള്ളൂ ഞായറാഴ്ച. അതവർ കേൾക്കട്ടെ, അവർ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. സഹോദരിമാർ, വേഷങ്ങൾ നന്നാക്കണം, നമ്മുടെ ഹിജാബുകൾ നന്നാക്കണം. നമ്മൾ ഹിജാബുകൾ നന്നാക്കിയില്ലെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ ഹിജാബ് നന്നാക്കൂല. നമ്മളെ കണ്ടിട്ടാണ് അവർ സ്വീകരിക്കുക. ഹിജാബ് നല്ലതല്ലെങ്കിലോ നമ്മുടെ കുട്ടികൾ തെറ്റിൽപ്പെട്ടു പോകുമെന്ന കാര്യം ഉറപ്പാണ്. 4 പെൺകുട്ടികൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ ഹൃദയത്തിൽ രോഗമുള്ള ആൾക്കാരെന്ത് ചെയ്യാറ്? നിങ്ങൾ ആ 4 പെൺകുട്ടികളെ നോക്കുമ്പോൾ ആ പെൺകുട്ടികളെ കൂട്ടത്തിൽ കുറച്ച് അവന് കാണാൻ അവൻ്റെ രോഗത്തിന് ശമനം കിട്ടുന്നത് ഏത് കുട്ടിൻ്റെ ശരീരത്തിലാണോ അവിടെയാണ് ആ വൃത്തികെട്ടവൻ്റെ കണ്ണ് പതിയുക. ഇസ്ലാം ഹിജാബ് വെച്ചത് നമ്മുടെ സുരക്ഷിതത്വത്തിലാണ്. അതിൽ നിങ്ങൾ കോംപ്രമൈസ് ഉണ്ടാകരുത് കേട്ടോ. അത് നിങ്ങൾ ശരിക്ക് കുട്ടികളെ ശീലിപ്പിക്കണം. അത് അഴിച്ചിടാനാണ് പുതിയ ലിബറലിസം, പുതിയ സ്വതന്ത്രവാദം കുട്ടികളെ കൊണ്ട് മക്കനെ ഏൽപ്പിക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ശരിക്കും. പിന്നെ സംസാരമാണ്. അന്യ ആണുങ്ങളോട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അല്പം അകലം പാലിക്കാൻ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം. ഇതിനൊക്കെ നമ്മൾ മുന്നിൽ മാതൃകകളായി മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സഹോദരങ്ങളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ കൂട്ടായ്മയാണ്. നമ്മൾ ഇങ്ങനൊരു കൂട്ടായ്മ ഉണ്ടാക്കുന്നത് സമൂഹത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം നമ്മൾ ശരിക്കും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. അതിനുള്ള എല്ലാ നിലക്കുമുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് ആദർശ പഠനത്തിന് എല്ലാ വ്യാഴാഴ്ചയും ഇപ്പം ഒന്ന് വരും ആദർശ പഠനം. കേട്ടോ നിങ്ങളാരെങ്കിലും? അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെക്കുറിച്ചാണ് നമ്മുടെ വിസ്ഡം ഗൈഡിൽ വരും. ചോദ്യോത്തരങ്ങൾ ആൻസർ ചെയ്യാനുണ്ടാവും. കുടുംബജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ ദാമ്പത്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ റേഡിയോയിൽ വരുന്ന ലൈഫ് കോഴ്സിൻ്റെ ക്ലാസ്. ഖുർആൻ്റെ വ്യാഖ്യാനത്തിലും വിശദീകരണത്തിലും ഏറ്റവും ഉന്നതമായ ക്ലാസ്സാണ് അബ്ദുൽ ജബ്ബാർ മദീനി എടുക്കുന്നത്. അന്നൂർ ഖുർആൻ പഠനം. ഇതുവരെയുള്ള ക്ലാസ്സുകൾ കൂടി കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചേർന്ന് പഠിക്കണം. എല്ലാ ദിവസവും നമ്മുടെ നേർവഴി എല്ലാവരും വാപ്പ വീട്ടിൽ നിന്ന് പണിക്കൊണ്ടിൻ്റെ മുന്നേ ഇരുന്ന് നമ്മൾ കേൾക്കണം. നേർവഴി 5 മിനിറ്റ് എല്ലാവരും ഇരുന്നിട്ട് കേൾക്കുക. കേട്ടിട്ട് വേണം പോകാൻ. ഒന്നിച്ച് വെക്കുക.
നമ്മൾ പഠിക്കാനുള്ള അവസരങ്ങൾ, നമ്മുടെ കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ, മദ്രസകൾ എല്ലാം വ്യവസ്ഥാപിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ വീടുണ്ടാക്കിയതുപോലെ, നമ്മൾ സൗകര്യങ്ങൾ വരുത്തിയ പോലെ നമുക്ക് ദീന് പഠിക്കാനുള്ള സൗകര്യങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതിൻ്റെ ഗുണം നമുക്കും നമ്മുടെ അടുത്ത തലമുറകൾക്കും കിട്ടും. അതിനൊന്ന് എന്ത് പണം ചെലവഴിച്ചാലും അതൊന്നും നമുക്ക് നഷ്ടാവില്ല. അത് തലമുറകൾ കൊണ്ട് നടന്നുകൊള്ളും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ദീനിനോട് നമ്മൾ കാണിക്കുന്ന ഈ പ്രതിബദ്ധത നമ്മളെപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കണമെന്നാണ്. നേർപ്പദം നിങ്ങൾ വീടുകളിൽ വായിക്കണം. വളരെ കുറഞ്ഞൊരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് വായിച്ച് തീർക്കാൻ പറ്റും. പല ആളുകളും അത് വരുത്തിലുണ്ട്, വായിക്കലില്ല. ഇപ്പം അതിൻ്റെ സമയമാണ്. നല്ല നല്ല ലേഖനങ്ങൾ അതിലുണ്ട്. വലിയ വലിയ ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ പരിഭാഷകളുണ്ട്. അതേപോലെ നല്ല ലേഖനങ്ങൾ നമ്മൾ വായിക്കണം. കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ അത് പറ്റും. ആനുകാലികമായി വരുന്ന കാര്യങ്ങളുടെ ഇസ്ലാമിക വിഷയങ്ങൾ അതിൽ പറയും. റേഡിയോ നിങ്ങൾ ഉപയോഗിക്കണം. വീടുകളിൽ തുറന്നു വെക്കണം. സ്ത്രീകൾ അത് കേട്ടുകൊണ്ടിരിക്കണം. വെറുതെ എന്നാൽ വേണ്ടാത്ത ചിന്തകൾ മനസ്സിലേക്ക് വരും. അത് കേൾക്കണം, പഠിക്കണം. എല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. ഇവിടെ 7:30 മുതൽ 8:30 വരെ എല്ലാ ഞായറാഴ്ചയും CR ഉണ്ട്. നിങ്ങൾ കുട്ടികളെ പങ്കെടുപ്പിക്കണം. നമ്മൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന 8, 9, 10 കുട്ടികൾ, അതേമാതിരി +1, +2 കുട്ടികളെ പങ്കെടുപ്പിക്കുക. അടുത്ത ഞായറാഴ്ച രക്ഷിതാക്കൾക്കുള്ള ക്ലാസ് ഉണ്ട് എന്നാണ് പറയുന്നത്. 8:30 മുതൽ 9:30 വരെ. അതിൽ ഇതേപോലെ നമ്മൾ പങ്കെടുക്കുക. അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 17-ാം തീയതി വ്യാഴാഴ്ച വിജ്ഞാനവേദിയുണ്ട്. ഹാരിസ് കായക്കൊടി. എവിടെയാണത്? ഇവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ച് സെൽഫി സെൻറ്ററിൽ വെച്ചിട്ടുണ്ട്. കാരണം എല്ലാ പരിപാടികളിലും നമ്മൾ പങ്കെടുക്കുക.